അയ്യേ, കൊച്ചിന്റെ അപ്പനെ കൊണ്ടാണോ ഡയപ്പർ മാറ്റിക്കുന്നേ? അതൊക്കെ അമ്മമാരല്ലേ ചെയ്യുന്നേ? ഫ്രൈ ഉണ്ടായി കഴിഞ്ഞ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ഇത്. ഇവളെന്റെ മോളല്ലേ എന്നതായിരുന്നു ഈ ചോദ്യത്തിന് നിഷാദ് നൽകിയ മറുപടി. കുഞ്ഞുണ്ടായ കുഞ്ഞിനെ ഉറക്കുന്നതും ഡയപ്പർ മാറ്റുന്നതും കുളിപ്പിക്കുന്നതും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണോ എന്നാ നിങ്ങളുടെ അഭിപ്രായം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും, അച്ഛനാവാൻ തയ്യാറെടുക്കുന്നവർക്കും, ഇനി കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർക്കും വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഓപ്പണപ്പായി സംസാരിക്കാൻ പോവാണേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് ജനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡൊക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയി. കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഡെലിവറി സമയത്ത് ഈ ഭർത്താവിനെ കൂടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിനെ ഒരുപക്ഷെ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് അതായിരിക്കും. ഇൻ മൈ എക്സ്പീരിയൻസ്, എന്റെ ലേബർ പെയിന്റെ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒരു 12 അവേഴ്സിന് എബോ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ എനിക്ക് ഇത്രയും സമാധാനമായിട്ട് പ്രസവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ കുഞ്ഞുങ്ങൾ സമ്മാനിക്കുമ്പോൾ അച്ഛനും അമ്മയും മാറി മാറി ഉറങ്ങാൻ തയ്യാറായ അത് നല്ലതല്ലേ? ഡയപ്പർ മാറ്റാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും അച്ഛന്മാരും സഹായിച്ച, വിശക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരം കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കൊടുക്കാനും നിങ്ങളുടെ കുഞ്ഞു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, കുഞ്ഞുടുപ്പുകൾ അലക്കി വിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അത് മനോഹരമായിരിക്കില്ലേ? വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും ഈ അമ്മമാര് പാല് കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് ബർപ്പ് ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് സന്നദ്ധരായ പാരന്റിങ് കുറച്ചുകൂടി രസമാവും. വേറെ ഒന്നും കൊണ്ടല്ലെന്നേ, ഈ ആഫ്റ്റർ ഡെലിവറി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ പ്രഗ്നൻസിയേക്കാൾ മാരകമാണ്. അവിടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വാക്കുകളിലൂടെ അല്ലാതെ പ്രവർത്തികളിലൂടെ കിട്ടിയ എത്ര ഹാപ്പി ആയിരിക്കും എന്നറിയോ? ബട്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ പഴയ രീതികളും സിസ്റ്റംസും ഒക്കെ ബ്രേക്ക് ചെയ്ത് കുറെ അച്ഛന്മാരെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇനിയും കടന്നു വരാത്തവർക്ക് സ്വാഗതം. നിങ്ങളുടെ ജോലി തിരക്കും ടെൻഷനും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം ഞങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കും. പക്ഷെ പാരന്റിങ്ങിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹൃദാർത്ഥരായി. ഒരു 3-4 റീൽസ് കാണുന്ന ഒരു സമയമല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, അത് ഞങ്ങൾക്ക് തന്നൂടെ? ഒന്ന് മാറി ചിന്തിക്കുന്നേ. ഈ അവസരത്തിൽ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്ന് കട്ട സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.